കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ആദിവാസി യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ കുടുംബം രംഗത്ത് വന്നു. വിശ്വനാഥന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സഹോദരൻ വിനോദ് ആവർത്തിച്ചു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ ഡോക്ടർ PG ഹരിയും ആവശ്യപ്പെട്ടു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പാറവയൽ കോളനിയിലെ വിശ്വനാഥന്റെ മരണത്തിൽ അത് ആത്മഹത്യ എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയ സാഹചര്യത്തിൽ കുടുംബം പ്രതികരണവുമായി രംഗത്ത് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വിനോദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം തന്നെ സമരസമിതിയുടെ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായിട്ടുള്ള ഡോക്ടർ PG ഹരിയും നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് കുടുംബത്തിന് പറയാനുള്ളത്? ഇത് ആത്മഹത്യ എന്നുള്ള തീർപ്പിലെത്തിയിരിക്കുന്നു. ആത്മഹത്യ അല്ലാതെ ഞാൻ കേസ് കൊടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ആത്മഹത്യ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്ര മിസ്സിംഗ് പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ ഒരു മോശമായ രീതിയിലാണ് പെരുമാറിയത് ലോക്കൽ പോലീസ്. അതേ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് നിർത്തിയിട്ടുള്ളത്. എന്ത് നടപടിയാണ് ഇനി കുടുംബം സ്വീകരിക്കുന്നത്? കുടുംബം കേസ് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം തന്നെയാണ്. കേസ് അന്വേഷണം വൃത്തിയായിട്ട് അന്വേഷിച്ച് അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം തന്നെയാണ്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വിശ്വനാഥന് ഉണ്ടായിരുന്നില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ജ്യേഷ്ഠം മരിക്കുന്ന അന്ന് രാത്രി ഒരു 8-9 മണിക്ക് ഞാൻ വിളിച്ചതാണ്. എന്താണ് ഈ ആക്ഷൻ കൗൺസിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്? ആക്ഷൻ കൗൺസിൽ ബന്ധുക്കളുമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോകും. ക്രൈംബ്രാഞ്ചിൻ്റെ ഈ കണ്ടെത്തലിൽ പുതിയതായി ഒന്നുമില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല കുടുംബപരമായ പ്രശ്നങ്ങൾ എന്നൊക്കെ രീതിയിൽ ഒരു തരത്തിൽ സാധാരണ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് 1 വർഷത്തിനുള്ളിൽ അവസാനിപ്പിച്ചു ക്രെഡിറ്റായി എത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസാനിപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു ഏജൻസി അന്വേഷിക്കുകയോ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയാണ്. അത് സമിതി മൊത്തത്തിൽ കൂടിയാലോചിച്ച് നിയമവിദഗ്ധരുമായി ചേർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം ഒരു സാധ്യതയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് 3 പ്രാവശ്യം ട്രൈ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമായ സാധനം തന്നെയാണ്. എന്തായാലും ഇതാണ് കുടുംബത്തിന് പറയാനുള്ളത്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല വിശ്വനാഥനെ. ഈ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണം, മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.